ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ സ്ക്രഞ്ചി അതൊക്കെ ഇന്ന് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ഈ ഒരു ബിസിനസ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്തയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അതായത് നമ്മുടെ അടുത്ത് ഒരു ഓണച്ചന്ത നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് വിളിച്ചിട്ട് ചോദിച്ച് നമ്മുടെ ഓണച്ചന്തയിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കുറച്ചുണ്ടാക്കിയിട്ട് വെക്കാമോ എന്ന് ചോദിച്ച്. അത് കേൾക്കാത്ത പാടെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓണച്ചന്തയിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോയും സ്ക്രഞ്ചീസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അത് നമ്മൾ ഓണച്ചന്തയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോവുക, അത് നാലാൾ വാങ്ങുക എന്നൊക്കെ കേട്ടപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അത് ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ, നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഓണച്ചന്തയിലേക്ക് വെക്കട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു കോള് വരുമ്പോൾ ആ കോള് വരുമ്പോൾ എത്രത്തോളം നമുക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരു കോൾ ഇന്നലെ എനിക്ക് വന്നു, ഞങ്ങളുടെ ഓണച്ചന്തയിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഇത്ര പ്രൊഡക്റ്റ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുക. അവർ വിറ്റ് തരലും അതുപോലെ തന്നെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പൈസ കാര്യങ്ങളും നമുക്ക് തരും. അതിൽ വിറ്റ് പോയത് പോവും, വിൽക്കാത്തത് നമ്മൾ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഓണച്ചന്തയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പാക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് എത്ര എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യണത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. കണ്ട, ഈ ഒരു കൊട്ട മുഴുവൻ നമ്മൾ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ട, ഇനി നമുക്കിതിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. 21, 22, 23 ഈ ഒരു 3 ദിവസമാണ് നമ്മളുടെ ഇവിടെ ഓണച്ചന്ത നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവറിൽ ഓരോ സ്ക്രഞ്ചി ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്മോള് നമ്മൾ കൊടുക്കുന്നത് 10 രൂപ റേറ്റിനും, മീഡിയം ലാർജൊക്കെ കൊടുക്കുന്നത് നമ്മൾ 15 രൂപ റേറ്റിനുമാണ് നമ്മളിതിൽ റേറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ എക്സലും ഡബിൾ എക്സലും ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, മീഡിയം അതുപോലെ സ്മോളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കൂടെ ഉണ്ടാക്കി സെറ്റായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാം. നമ്മളവിടെ കൊണ്ടു കൊടുക്കുകയാണ് വേണ്ടുള്ളൂ. കാരണം പിന്നെ അവർ വിൽക്കലും ഒക്കെ പൈസ കണക്കൂട്ടി തരലൊക്കെ ഈ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ നിങ്ങളുടെ അവിടെ ഓണച്ചന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രഞ്ചി ബോക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളവിടെ കൊടുന്ന് വെക്കട്ടെ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും തന്നെ പറയുള്ളൂ. കാരണം അവിടെ കൊണ്ടുപോയി വെച്ച് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ അതിന് വെച്ചിട്ട് എക്സ്ട്രാ പൈസയും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ കൊണ്ടുവച്ച് കൊടുക്കുക, നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് പോരുക, നമ്മളെ റേറ്റ് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. അവരത് വിറ്റ് കഴിഞ്ഞാൽ പൈസ നമുക്ക് തരും, വിൽക്കാത്ത സാധനം നമുക്ക് തിരിച്ചു തരും. ഇതുപോലെ നിങ്ങളും ഇങ്ങനെ ഓണച്ചന്തയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അട്രാക്ഷൻ തോന്നിക്കുന്ന കളറുകളും ഡിസൈനുകളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണം. അതിപ്പോൾ നമ്മളാണെങ്കിലും അതെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉള്ള കളറുകളാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുമ്പോൾ നല്ല നീറ്റായി നല്ല ഫിനിഷിങ് വൃത്തിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ. അതും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. കസ്റ്റമർക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാവുന്ന രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപോലെ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. തുടക്കം തന്നെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ട.
ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മെല്ലെ മെല്ലെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോ കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. സത്യത്തിൽ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വിൽപ്പനക്കായി കൊടുക്കാൻ കഴിയുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഒരിക്കൽ ഒരു അവസരമായി മാറട്ടെ. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓണച്ചന്ത നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ സ്ക്രഞ്ചി ബോക്ക് ഓണച്ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.